നമസ്കാരം. ആകെ 2000 പേരാണ് ജീവനക്കാരായിട്ടുള്ളത്. എന്നാൽ ഈ 2000 പേര് 2 കോടി ആളുകൾക്ക് സമമാണ്. ലൗകിക ശക്തി എന്ന് സ്വയം പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് വരെ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് 20,000 അംഗങ്ങളുണ്ട്. നമ്മുടെ റോക്കിയുമുണ്ട് അതിലേറെ അംഗങ്ങൾ. എന്നാൽ ഇസ്രയേലിന്റെ മൊസാദിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല, കളി വേറെയാണ്. വേണമെങ്കിൽ ഒരു മൊസാദ് കമാൻഡോ എന്നത് ബാഹുബലിയെ പോലെ 1000 സാധാ പട്ടാളക്കാർക്ക് തുല്യമാണ് എന്നൊക്കെ പറയാം. ചുമ്മാ അതിശയോക്തിയല്ല, അങ്ങനെയാണ് ഇവരെ ആട്ടിക്കുറുക്കിയെടുത്തത്. അയാൾ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഉണ്ടാവില്ല. ലോകത്തിലെ ഏത് ആയുധവും ഉപയോഗിക്കാൻ അറിയാം. മരുഭൂമിയിലും കടലിലും ദിവസങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ അതിജീവിക്കാൻ പോലും ഇവരെ സാധിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു പരിശീലനം ലോകത്ത് എവിടെയുമില്ല. ഇങ്ങനെയൊക്കെയുള്ള മൊസാദിന്റെ പുതിയ വിവരം ഞെട്ടിക്കുന്നതാണ്. അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മൊസാദിനെ ശരിക്കും ഒരു രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവർ ചെയ്യാൻ പോകുന്നതെല്ലാം തന്നെ പരസ്യമായി തന്നെ പറയും. അതിപ്പോൾ എന്ത് തലപോകുന്ന കേസാണെങ്കിലും ശരി. ഉദാഹരണത്തിന്, തങ്ങൾ ശിക്ഷ നടപ്പിലാക്കാൻ പോകുന്ന പ്രതിയുടെ ഉറ്റവർക്ക് ആദ്യം ഒരു കത്തയക്കും. അതിൽ വിശദമായി പ്രതി ചെയ്ത കുറ്റത്തെക്കുറിച്ച് പറയും. അതായത്, ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഇന്ന പാതകങ്ങൾ ഇയാൾ ചെയ്തിരിക്കുന്നുവെന്നും അതിനാൽ അയാളെ ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ഒക്കെയാണ്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സ് ഭീകരാക്രമണത്തിൽ തങ്ങളുടെ അത്ലറ്റുകളെ കൊന്ന കേസിൽ പ്രതികളായ PLOക്കാരുടെ വീടുകളിലേക്കൊക്കെ ഇതുപോലൊരു കത്ത് വന്നു. അതെ, അവർ അത് രഹസ്യമാക്കി വെക്കില്ല, എല്ലാം തുറന്നടിക്കും. ഓൺലി ഫേസ് ടു ഫേസ്. ഇപ്പോഴത്തെ ഹമാസ് തലവനെ അവരുടെ മാളത്തിൽ തന്നെ പോയി വകവരുത്തിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഇറാനിൽ പോയി തന്നെ. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി വെടിവെച്ചും കുത്തിയും ബലാത്സംഗം ചെയ്തും 1000-ഓളം പേരെ കൊല്ലുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിനെ മുച്ചൂട് മുടിപ്പിക്കാൻ അവർ തീരുമാനമെടുക്കുകയാണ്. ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഏത് പാതാളത്തിൽ പോയിരുന്നാലും മൊസാദ് അവരെ പൊക്കിയിരിക്കും. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് നെതന്യാഹു പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചവർ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ്. ഹമാസ് നേതൃത്വത്തിലെ ഒരാൾ ഒഴിച്ചുള്ള പ്രമുഖരെ എല്ലാം മൊസാദ് കൊന്നു തള്ളിക്കഴിഞ്ഞു. ഹമാസ് തലവൻ ഇസ്മായിൽ ആനിയാണ് കൊല്ലപ്പെട്ട ഒടുവിലത്തെ നേതാവ്. ബോംബ് ആക്രമണത്തിലൂടെയാണ് കൊല്ലപ്പെട്ടത്. ഇറാനിലെ ഗസ്റ്റ് ഹൗസിലേക്ക് രഹസ്യമായി കടത്തിയ ബോംബാണ് ഹമാസ് തലവന്റെ മരണത്തിന് കാരണമായ ഓപ്പറേഷന് നിർണായകമായത്. 2 മാസം മുമ്പ് തന്നെ ഇറാനിലെ ഗസ്റ്റ് ഹൗസിൽ ബോംബ് ഒളിപ്പിച്ചിരുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മാസങ്ങളായി ഇസ്മായിൽ ഹാനിയ ഇറാനിൽ എത്തുന്ന നല്ല അവസരം കാത്തിരിക്കുകയായിരുന്നു ചിരവൈരികളെന്ന് ചുരുക്കം. ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാനിലെത്തിയ ഹനിയ മുറിക്കുള്ളിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതിനു ശേഷമാണ് റിമോട്ട് ഉപയോഗിച്ച് ബോംബ് ആക്റ്റീവ് ആക്കിയതെന്നാണ് ആക്രമണം നടത്തിയത്. സ്ഫോടനത്തിൽ ഒരു അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം കൃത്യമായി ആസൂത്രണം ചെയ്തതാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഹനിയ നേരത്തെ ടെഹ്റാൻ സന്ദർശിച്ചപ്പോൾ ഗസ്റ്റ് ഹൗസിൽ പലതവണ താമസിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് മുന്നിൽ കണ്ട് ഗസ്റ്റ് ഹൗസിലെത്തുന്ന അതിഥിക്കായി കാത്തിരിക്കുകയായിരുന്നു ശത്രുക്കൾ. ഇതുപോലെ ഏറെ പണ്ട് മ്യൂണിച്ച് ഭീകരാക്രമണ കേസിലെ ഫലസ്തീൻ ഭീകരർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടിരുന്നു. അതെങ്ങനെയാണെന്നാൽ 72 സെപ്റ്റംബർ 5 ജർമ്മനിയിലെ മ്യൂണിച്ച് നഗരത്തിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഫലസ്തീൻ ഗറില്ല സംഘടന നടത്തിയ ആക്രമണത്തിൽ 11 ഇസ്രയേലി കായിക താരങ്ങളാണ് കൊല്ലപ്പെട്ടത്. രാഷ്ട്രം ഒന്നടങ്കം വിതുമ്പിയ നിമിഷം. പക്ഷേ തങ്ങളുടെ ജനതയുടെ കണ്ണീരുണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കൊടും ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാനായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ഗോൾഡോ മേയറിന്റെ തീരുമാനം. അങ്ങനെയാണ് മ്യൂണിച്ച് ആക്രമണത്തിലെ മുഴുവൻ ഭീകരനെയും മൊസാദ് വേട്ടയാടി കൊന്നത്. ബ്ലാക്ക് സെപ്റ്റംബർ എന്ന സംഘടനയെ എന്തു വില കൊടുത്തും നശിപ്പിക്കുമെന്ന പ്രധാനമന്ത്രി ഗോൾഡോ മേയറിന്റെ പ്രതിജ്ഞ അന്ന് വെറുതെ ആയിരുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ, പണ്ട് മുതൽക്കേ മൊസാദ് ഇങ്ങനെയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ തൊട്ടാൽ അവർ വെറുതെ വിടില്ല. ഏതായാലും നേരിട്ടുള്ള യുദ്ധത്തിൽ 10,000-ലേറെ ഹമാസ് ഭീകരരാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കയ്യിൽ കൊല്ലപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ, അവരിൽ ഒന്നിനെ തൊടാൻ ശ്രമിച്ചാൽ പിന്നെ അവന് രക്ഷയില്ല. അത് ഇതുവരെയുള്ള അവരുടെ ചരിത്രത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും യുദ്ധത്തിലേക്ക് പിറന്നു വീണവരാണവർ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ. ഏതായാലും യുദ്ധത്തിന് നടുവിലേക്ക് പിറന്നു വീണവരാണവർ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ. ഇനിയും അവരോട് കളിക്കാനാണ് ഹമാസിന്റെ പ്ലാനെങ്കിൽ ഒറ്റ ഒരുത്തരും ബാക്കി കാണില്ല.